തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ സുഹൃത്ത് സുകാന്ത് സുരേഷ് ഒളിവിൽ പോയ മേഘ മരിച്ചതിന്റെ രണ്ടാം ദിനമെന്ന് സുകാന്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നു. മരണവാർത്തയറിഞ്ഞ ആത്മഹത്യാ പ്രവണത കാട്ടിയതോടെ 24-ന് സുകാന്തിനെ വീട്ടിലെത്തിച്ചു. എന്നാൽ ആശ്വസിപ്പിക്കാൻ കൂടുനിന്ന സുഹൃത്തുക്കളെ അടക്കം കബളിപ്പിച്ചാണ് മാതാപിതാക്കൾക്കൊപ്പം സുകാന്ത് ഒളിവിൽ പോയതെന്നാണ് വിവരത്തിൽ സുഹൃത്തുക്കളുടെ മൊഴിയിൽ തന്നെ വ്യക്തമാക്കുന്നത്. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സുകാന്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന വിവരം അറിഞ്ഞതോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. സുകാന്തും മേഘയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് മേഘ മരണപ്പെട്ട ദിവസം സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു. ഈ സമയത്ത് സുകാന്ത് നിർത്താതെ കരയുകയായിരുന്നു. പിന്നീട് ആത്മഹത്യാ പ്രവണത കാണിച്ച് താനും ജീവനൊടുക്കുമെന്ന് പറയുകയും ചെയ്തു. ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സുകാന്തിനെ കൊണ്ട് അവധിയെടുപ്പിക്കുകയും എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയും ചെയ്തു. സുഹൃത്തുക്കളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്ന് പറയുന്നുണ്ട്. വലിയ ദുഃഖവും നിരാശയും അഭിനയിച്ചാണ് സുകാന്ത് അത്രയും നേരം ഇരുന്നതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ലീവെടുത്ത് വീട്ടിലെത്തിയതിന്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സുകാന്തിനെ വീട്ടിൽ കണ്ടിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അന്നു മുതൽ സുകാന്തിനെ ഒളിവിൽ പോയെന്നാണ് പോലീസ് കരുതുന്നത്. ഒളിവിലിരുന്ന് ജാമ്യത്തിൽ ശ്രമിക്കുകയാണെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം മരിക്കുന്നതിന് മുൻപ് മകൾ ഫോൺ വിളിച്ചിരുന്നതായി തന്നെ മേഘയുടെ അമ്മ വെളിപ്പെടുത്തി. അസ്വാഭാവികമായി ഒന്നും പറഞ്ഞില്ലെന്നും മൊഴിയിൽ പറയുന്നു. തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ ഫോൺ വിളികളാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് നിഗമനത്തിൽ പറയുന്നുണ്ട്. IB ഉദ്യോഗസ്ഥ മേഘയെ കാമുകൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തിരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ആത്മഹത്യ കാരണം തന്നെയാണ് ഇതിനെക്കുറിച്ചും പറയുന്നത്. ആത്മഹത്യാ സമയത്ത് പോലും യുവാവിനെയാണിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്. വിവാഹ ആലോചനയ്ക്കായി വീടിന്റെ പെയിന്റിംഗ് അടക്കം പൂർത്തിയാക്കി കാത്തിരിക്കുമ്പോഴാണ് യുവാവിന്റെ പിന്മാറ്റം മേഘയുടെ ആത്മഹത്യയും നടന്നത്. സുകാന്ത് ഒളിവിൽ പോയതും മാതാപിതാക്കളോടൊപ്പം സൂചനയാണ്. എടപ്പാൾ ശുഗപുരത്തെ വീട് 4 ദിവസമായി പൂട്ടിക്കിടക്കുകയാണ്. എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് സുകാന്തിൻ്റെത്. കല്ല് വെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് പിതാവ്. അമ്മ റിട്ടയർഡ് അധ്യാപികയാണ്. ഏകമകനാണ് സുകാന്ത്. വിവിധ ഇടങ്ങളിലായി നിരവധി ഭൂമി സുകാന്തിൻ്റെ പിതാവ് വാങ്ങിയിട്ടുണ്ട്. ഇവർ നാട്ടുകാരുമായി യാതൊരു അടുപ്പവും സൂക്ഷിക്കാത്ത വ്യക്തികളാണ്. തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛൻ്റെ സഹോദരനുമായി ഏറെ നാളായി അടുപ്പത്തിലല്ല. നാട്ടിൽ സുഹൃത്തുക്കളൊന്നും സുകാന്തിനില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. IB ഉദ്യോഗസ്ഥനാണ് സുകാന്ത് എന്ന വിവരം പോലും നാട്ടുകാർക്ക് പലർക്കും അറിയില്ലായിരുന്നു. പൂജ, ജ്യോതിഷം ഉൾപ്പെടെ മതപരമായ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നവരായിരുന്നു സുകാന്തിൻ്റെ കുടുംബമെന്നും പറയപ്പെടുന്നുണ്ട്. വിവാഹം നടത്തിയെടുക്കാമെന്നും എന്നാൽ മകളെ സാമ്പത്തികമായി തന്നെ സഹായിക്കണമെന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും ഇപ്പോൾ വിവരത്തിൽ പറയുകയും അതുപോലെ തന്നെ പ്രശ്നത്തിനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. മേഘയുടെ മരണവാർത്ത തന്നെയാണ് എല്ലാവരും ഞെട്ടിക്കുകയും ഒരേ സമയം തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞ് വ്യക്തമാക്കണം. പ്രേക്ഷകരെല്ലാവരും തന്നെ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണിതെന്ന് പറയാം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.